ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെക്കൻഡ് ഡേ ഓഫ് ഡൽഹി ആഗ്ര അമൃത്സർ യാത്ര. ഇന്നിപ്പോൾ നമ്മൾ കുത്തബ് മിനാറിലേക്കാണ് പോകുന്നത്. അത് പോകുന്ന വഴി നമുക്ക് പുതിയ പാർലമെൻറ്റും മന്ദിരത്തിൻ്റെ മുന്നിലൂടെ ജസ്റ്റ് ആ ഉള്ളിലേക്ക് അടക്കാനുള്ള പെർമിഷനൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ മുന്നിലൂടെ ഒന്ന് വണ്ടി എടുത്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. പുതിയ 2023 നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ കുത്തബ് മിനാറിലേക്ക് പോയാലോ. ഓക്കെ, ഇതാണ് കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ എനിക്ക് ഈ നമ്മുടെ യാത്രയിൽ കണ്ടതിൽ നല്ലൊരു ഇഷ്ടം തോന്നിയൊരു സ്പേസാണ് നമ്മുടെ കുത്തബ് മിനാർ എന്ന് പറയുന്നത്. കുത്തബ് മിനാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 238 അടിയാണ്. അതിൽ ഏകദേശം 399 പടികളുണ്ട് അതിൻ്റെ മുകളിലത്തെ നില വരെ. ബോട്ടം സ്പേസ് 14.5 മീറ്ററാണ് അതിൻ്റെ വ്യാസം. അതുപോലെ തന്നെ ടോപ്പ് എന്ന് പറയുന്നത് 2.7 മീറ്റർ. ഇത് ഏകദേശം ഉണ്ടാക്കിയിരിക്കുന്നത് 1199 കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞൊരു സുൽത്താനാണ് ഉണ്ടാക്കിയത്. ഇത് ഇനീഷ്യലി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ആദ്യത്തെ ഒരു നില മാത്രമേ ഉണ്ടാക്കിയത്. ആക്ച്വലി ഇത് കുത്തബ് മിനാർ എന്ന് പറയുന്നത് 5 നിലകളുള്ള 5 പാർട്ടായിട്ടുള്ള ഒരു മിനാറാണ്. അപ്പം ആദ്യത്തെ ഒന്ന് നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കി. അതിനുശേഷമുള്ള 4 നിലകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇൽത്തുമിഷ് എന്ന് പറഞ്ഞ സുൽത്താനാണ്. ഈ കുത്തബ് മിനാർ എന്ന് പറയുന്നത് ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മിനാറുകളിലൊന്നാണ്. ഇപ്പോൾ ഇത് ചിത്രത്തിൽ കാണാം, അതിൻ്റെ അകത്ത് അറബിയിൽ കുറേ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മറ്റുള്ള ഇതും കാണുന്ന പോലെ ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഇഷ്ടം തോന്നും ഈ കുത്തബ് മിനാറിനോട്. ഈ കുത്തബ് മിനാറിൻ്റെ 3 നിലകൾ ചുവന്ന മണൽക്കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്ന 2 ഫ്ലോറുകൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർബിൾ കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ വീഡിയോയിൽ കാണാം ഈ കുത്തബ് മിനാറിൻ്റെ ചുറ്റുവരും കുറേ ബിൽഡിംഗ് കാര്യങ്ങൾ. ആക്ച്വലി ഇത് നമ്മുടെ പഴയ കുറേ സ്മാരകങ്ങളും കല്ലറകളും പിന്നെ അതുപോലെ തന്നെ മോസ്ക് ഉണ്ട് ഇവിടെ. 1500 കാലഘട്ടങ്ങളിൽ നടന്ന ഭൂകമ്പത്തിലും ഇടിമിന്നലിലും ഈ നമ്മുടെ കുത്തബ് മിനാറിന് വളരെയധികം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നീട് വന്ന ഭരണാധികാരികൾ ആ കേടുപാടുകളൊക്കെ തീർത്തു. ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ വീണുപോയിരിക്കുന്നത് ഭൂകമ്പവും ഇടിമിന്നലൊക്കെ ഏറ്റിട്ടാണ്. ഇത് ഈ കോമ്പൗണ്ടിനുള്ളിലൂടെ ഒരു അയൺ പില്ലറാണ്. ഈ അയൺ പില്ലറിന് പ്രത്യേകതയുണ്ട്. ഇത് ഇത്ര വർഷമായിട്ടും അതിനൊരു തുരുമ്പോ കേടുപാടുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇത് ഏകദേശം 22 ഫീറ്റോളം ഹൈറ്റ് ഉണ്ട്. ഇത് ചന്ദ്രഗുപ്ത 2 എന്ന് പറയുന്ന രാജാവാണ് ഇതിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ മിനാറിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം ആക്ച്വലി ആരെയും കടത്തി വിടുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 1980 കാലഘട്ടത്തിൽ ഇവിടെ ഒരു അപകടം ഉണ്ടായിരുന്നു. അതിൽ 45ഓളം ആളുകൾ മരണപ്പെട്ടു. അതിൽ 25ഓളം കുട്ടികളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരാൾക്കാരെയും ഇതിന് നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. 1300 കാലഘട്ടത്തിൽ അലാവുദ്ദീൻ ഖിൽജി കുത്തബ് മിനാറിനേക്കാളും 2 ഇരട്ടി വലിപ്പമുള്ള മറ്റൊരു മിനാർ ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു. 1ാമത്തെ നിലയുടെ പണി കഴിയുമ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അതോടുകൂടി ആ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു. കുത്തബ് മിനാറിന് ശേഷം ഞങ്ങൾ പോയത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. ലോട്ടസ് ടെമ്പിൾ ഇത് ഒരു നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ഒപ്പറ ഹൗസിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിൾ, ഹിന്ദു ടെമ്പിളാണ്. ഇതിന് 27ഓളം ദളങ്ങൾ ചേർന്ന ഒരു ലോട്ടസിൻ്റെ രൂപത്തിലാണ് ഇത് ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ലോട്ടസ് ടെമ്പിൾ ആക്ച്വലി ബഹായി ടെമ്പിൾ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഇറാനിയൻ ആർക്കിടെക്റ്റാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ ഫണ്ടും ഡൊണേറ്റ് ചെയ്തതാണ് അർദിഷിർ റുസ്താംപൂർ എന്നൊരു ഹൈദരാബാദുകാരനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സമ്പാദ്യവും ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയമാണ്. ഇത് ഇന്ദിരാഗാന്ധി കുടുംബസമേതം താമസിച്ചിരുന്ന ഒഫീഷ്യൽ വീടാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടത്. ഈ മ്യൂസിയത്തിൽ പ്രധാനമായും ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരിക്കുന്ന പല റിമൈനിങ്സും, അവരെ ലൈബ്രറി, അവർ യൂസ് ചെയ്തിരുന്ന ഓഫീസ് റൂം, പിന്നെ അതുകൂടാതെ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ റിമൈനിങ്സ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ പ്രധാനമായും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി കുടുംബസമേതം താമസിച്ചിരുന്നത് ഈ ഭവനത്തിലായിരുന്നു. വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന വഴിയിൽ വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകനാൽ വെടിയേറ്റ് മരണപ്പെട്ടത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഗാന്ധിജിയുടെ സ്മാരകമായ രാജ്ഘട്ടിലേക്കാണ്. ആ ഒരു വലിയൊരു സ്പേസ് മൊത്തം നല്ലൊരു ഗാർഡനും ഒക്കെ കൊണ്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സ്മാരകത്തിന് തൊട്ടടുത്ത് തന്നെയായി ഒരു കെടാവിളക്കും
നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. രാജ്ഘട്ടിന് അടുത്തായിട്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മാരകമായ ശക്തിവനും, ഇന്ദിരാഗാന്ധിയുടെ സ്മാരകമായ ശക്തി സ്ഥലും, രാജീവ് ഗാന്ധിയുടെ സ്മാരകമായ വീർഭൂമിയും സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ഞങ്ങൾ പോയത് അക്ഷർധാം ടെമ്പിളിലേക്കാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഞങ്ങൾ മെട്രോ ട്രെയിൻ വഴിയാണ് അക്ഷർധാം ടെമ്പിളിലേക്ക് പോയത്. അക്ഷർധാം ടെമ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ ഹിന്ദു ടെമ്പിൾ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണ്. ഒരു മോർ ദാൻ 10,000ഓളം വരുന്ന എംപ്ലോയീസ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. 2005 കാലഘട്ടത്തിലാണ് ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഈ അക്ഷർധാം ടെമ്പിളിൽ പോകുന്ന സമയത്ത് നമുക്ക് മൊബൈലോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. മൊബൈലൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. മൊബൈൽ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ കൺസ്ട്രക്ഷനും അവിടുത്തെ കൊത്തുപണികളും എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം വന്നാൽ ഇവിടുത്തെ ഒരു എക്സിബിഷനാണ്. ആക്ച്വലി എല്ലാ എക്സിബിഷനിലും പറയുന്നത് ലൈഫ് ഓഫ് സ്വാമിനാരായണയാണ്. 4 എക്സിബിഷൻ ഉണ്ട്. അതിൽ 2 എണ്ണമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. സാംസ്കൃതിക ദർശൻ എന്ന് പറയുന്നൊരു വാട്ടർ റൈഡും പിന്നെ ഒരു ലേസർ ഷോ. ഇത് രണ്ടുമാണ് അവിടുത്തെ പ്രധാന ആകർഷണം. വാട്ടർ റൈഡിൽ ബാഹുബലി മോഡലുള്ള ഒരു ബോട്ടിൽ ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയും ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയും അതിനുള്ളിലുള്ള ഒരു സെറ്റിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഈ വാട്ടർ റൈഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റത്തെ പ്രോഗ്രാമാണ് ഇവിടുത്തെ ലേസർ ഷോ എന്ന് പറഞ്ഞാൽ. ലേസർ ഷോ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയും നല്ലൊരു ലേസർ ഷോ നമുക്ക് കാണാൻ കഴിയില്ല. ആക്ച്വലി ഈ ലേസർ ഷോയിലൂടെയും അവർ ലൈഫ് ഓഫ് സ്വാമിനാരായണ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതെങ്കിലും അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ആ ലേസർ ഷോ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സന്ദർശിക്കുന്ന എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കഴിവതും ഉച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലേസർ ഷോ കാണണമെങ്കിൽ ലേസർ ഷോ ഏകദേശം 7:45 ആ സമയത്താണ് ലേസർ ഷോ. അപ്പോൾ ഇത് കാണണമെങ്കിൽ ആ ഒരു സമയം കണക്കാക്കി തന്നെ ഇങ്ങോട്ടേക്ക് ഉള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. Day 3 എപ്പിസോഡ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Until next video, it's Arun signing off. Bye bye.